വണ്ടി അകത്തിടോ. വണ്ടി അകത്തോട്ടുണ്ട്. അവരുടെ അടുത്ത് അകത്തോട്ട് കയറി വരാൻ പറ. അവരകത്തോട്ട് കയറി വരാൻ പറ. അവരെ സേവ് ചെയ്യാവോ വണ്ടി? ഇതിന്റെ എല്ലാം ഞാൻ വെയിറ്റ് ചെയ്യാൻ മാറ്റിയിടാം. $50,000 ബിറ്റർ ഇടാന്ന് ഞാൻ ആര് ചെയ്യാൻ 10,000 ബിറ്ററിലിട്ടാണ് ചെയ്തത്. മതി. എല്ലാ ലൈക്ക് അടിക്കുക എല്ലാം ലൈക്ക് അടിക്കുക. മേക്ക് ഇറ്റ് 5K ലൈക്സ്. സിറ്റുവേഷൻ കഴിഞ്ഞു. അവരോട് വരാൻ പറഞ്ഞില്ലേ? എന്താടാ വരാതിരിക്കുന്ന അവിടെ വന്നു? ഇതൊരു മടിയുള്ള പോലെയുണ്ട്. വന്നോ ഞാനാ എന്ത് കൂടെ കുറെ അന്യായകൾ എന്താ അതൊക്കെ? അതോട്ടെ കഥ എടിപ്പിക്കാം നിനക്ക് പറഞ്ഞു. സുനിമോൻ റേഡിയോയില് പോയാടാ? ഞാൻ പറയുന്നത് കേക്കത്തില്ലടാ. അവന്മാരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കേക്കും. ഒരു കാര്യം പറഞ്ഞ എടാ വേണ്ട ഒറ്റയ്ക്ക് പോണ്ട വെയിറ്റ്. അല്ലല്ല ഞാൻ സഭയിൽ നോക്കിട്ട് വരാം. അതിന് വണ്ടിക്ക് വിട്ട് നോക്കിട്ട് വരാം. ഇല്ല ചാവത്തൊന്നുമില്ല. എടാ ബാക്കി ഇവിടെ ഉള്ളവരെല്ലാം ആത്തോട്ടോ. നമ്മളെ ടിവിയിലുള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ മാത്രമായി. മണാളോ ഇങ്ങാത്തോടാ. ഫ്ലഫി മണാളോ എവിടെ പോയി? ഹലോ എവിടെ വെക്കുന്നത്? എനിക്ക് കണ്ടൂടെ നിങ്ങളെ? എല്ലാരും ഹലോ. എന്തോ ഇതോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് എല്ലാവരും കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു. ഹലോ കേക്കാമോ? ഹലോ ആ പറഞ്ഞു. എനിക്ക് പറയുന്ന കേട്ടോ. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹലോ ഞങ്ങള് പറയുന്ന അടുത്ത് കേക്കണ്ടോ? ഇല്ല എനിക്കൊന്നും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കാണാത്ത ആൾക്കാര് പറയണ കേക്കൂലെന്ന് തോന്നുന്നു. എനിക്ക് എന്തോ അവിടെ എത്തുമ്പോ കാണാൻ പറ്റുന്നില്ല. അണ്ണൻ കാണുന്ന ആള് പറയും. ഇങ്ങോട്ട് വരാൻ പറയാം. അടുത്ത കുറച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ ബ്രോ ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുമ്പോ കാണാടാ. നിങ്ങളൂടെ ഇങ്ങോട്ടാ? പിന്നെ വെയിറ്റ്. ഇങ്ങോട്ട് വരുമ്പോ കാണാം. എന്റെ ആ റൂമിന്റെ അകത്തോട്ട് വരുമ്പോ ഇവിടെ ഹലോ ഹലോ പറഞ്ഞോ ബ്രോ. ഹലോ ബ്രോ പറയുന്നുണ്ടോ? ഈ പുള്ളി പറയുന്ന കേട്ടോ. ബ്രോ പറയുന്ന കേക്കാം. ഞാൻ പറഞ്ഞേക്കാലോ അല്ലേ? അപ്പൊ ബ്രോ സംസാരിക്കും. അതായിരിക്കും നല്ലത്. ബ്രോ അപ്പൊ നമ്മള് TP ആളിപ്പോ സിറ്റിയിൽ പുതിയതായിട്ട് വന്നതാണ്. സോ അപ്പൊ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടു തന്നെയായിരുന്നു. നിങ്ങളുടെ ലീഡർ ആരാണ്? നമ്മളെ ലീഡർ ഇപ്പൊ നിൽക്കുന്ന സിയോൺ. എന്താണ്? സിയോൺ ലീഡറാണ് കാണാത്ത. ഓ ലീഡറാണ്. ഈ എന്താ പറയുന്നത്? ഇതിപ്പോ എല്ലാം ഒരുപോലെയൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. കൈ ലീഡർ ആണെങ്കിൽ ഇവിടെ കൈ ജസ്റ്റ് ഒന്ന് പൊക്കോ. അത് കാണാൻ പറ്റുന്ന നോക്കാനാ ഒരാളൊന്ന്. അപ്പൊ
റീലോഡ് ചെയ്ത ആളാണ് ഡ്രസ്? ഇപ്പൊ reload ചെയ്തതാ. അയ്യോ ഇതാ എടുത്തോണ്ട് വരും. കണ്ട് ലീഡറിനെ കണ്ട്. ഓക്കെ ലീഡർ അണ്ണാ ഞങ്ങളെ കാണുന്നുണ്ടോ അടുത്തിരിക്കണേ? ഞാൻ ഒരു ലീഡറാണ്. എന്റെ പേര് മിക്കു. ഇല്ല മിക്കു. ഓക്കെ ബ്രോ ഓക്കെ. വേറെ ഇനി ആരെല്ലാം ഉണ്ടോ ലീഡറായിട്ട്? ഹലോ, എനിക്ക് ബ്രോ പറയുന്നത് കേൾക്കാം. ബ്രോ തന്നെ ഫുൾ ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഫ്ലഫി, എനിക്ക് നിങ്ങളെ കാരണം കേട്ടില്ല. എനിക്കൊന്ന് വെളിയിൽ പോയാലേ കേൾക്കാൻ. ഞങ്ങൾ അവരുടെ അടുത്ത് ഒരാള് പറയാം, എല്ലാരും പരിചയപ്പെട്ടു. നമ്മുടെ മറ്റൊരു കോ ലീഡർ വർക്ക് വെച്ചാലും പുള്ളി കിടക്കുന്നുണ്ട്. ഓക്കെ എനിക്ക് എല്ലാരെയും കണ്ടുകൂടാ. 6 പേര് ലീഡറും കൂടെ ഉണ്ട്. സ്പൈഡി പുള്ളിപ്പോ അവൈലബിൾ അല്ല. അണ്ണാ പുറത്തോട്ടോ? നമുക്കൊന്ന് വെളിയിൽ നിൽക്കാം. നമുക്ക് എന്തോ സംസാരിക്കും. എനിക്ക് അകത്ത് എന്തോ ഇഷ്യമാണ്. വെളിയിലെത്തിയപ്പോ എല്ലാരെയും കാണാം. സെറ്റായി. കാണാം. ഇപ്പൊ കേക്കാം. ഇനി പറഞ്ഞു. ഓക്കെ ബ്രോ, അപ്പം നമ്മള് പുതിയൊരു ഗ്യാങ് ആണ് TPA. നമ്മളിപ്പം ഓരോ ഫാമിലിനെ അല്ല ഓരോ ഗ്യാങ്ങിനെ കണ്ട് വരുമായിരുന്നു. ഞാനാണ് ലീഡർ. എൻ്റെ ഒരു സിയോൻ, സിയോൻ. ഒരു കോ ലീഡർ ഇതുണ്ട്. ഇത് മിക്കു. ഒന്ന് പുറയിക്കുന്ന വർക്ക് ചായൻ. പിന്നെ ബാക്കി നമ്മള് മെമ്പേഴ്സ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഒരു 12 പേരുണ്ട്. ഓക്കെ ബാക്കിയുള്ളവര് ഒന്ന് പരിചയപ്പെടുത്തിയടാ. ഞാൻ ദാസൻ. എന്റെ പേര് ഡേവിഡ്. ഡേവിഡ് റൊസാരിയോ. ഡേവിഡ് ബെക്കാമും ഡേവിഡ് റൊസാരിയോ. പിന്നെ വിക്രം. ഓക്കെ കേക്കുന്നില്ല. പറഞ്ഞോ, ബാക്കിയുള്ള പറഞ്ഞോ. എന്റെ ഒരു വെജിറ്റേ. ഓക്കെ എന്റെ പേര് പോൾ വാക്കർ. എന്റെ പേര് എക്സോറോ. ഓക്കെ എക്സോർ. എന്റെ പേര് കമ്മത്ത്, ദേവരാജ് കമ്മത്ത്. ദോശയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ദോശ വേണോ? പുള്ളി ദോശക്കാരനാണ്. പുള്ളി നല്ല ദോശ ഉണ്ടാക്കും. പുള്ളി കൊടുക്കും. ഡാനി പുത്തംവീട്ടിലാണ് സ്കാമർ എന്നൊരു ഒരു പേരുണ്ട് ആൾക്ക്. ഇപ്പൊ നന്നായ നന്നായെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ സേപ്പേ? ബിലാലെ. ഇത് ബിലാൽ ജോൺ. ഓക്കെ ബ്രോ. അപ്പൊ ഞങ്ങള് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒന്നും ഇല്ല ഇവിടെ. ലീഡർ ഇല്ല. ഇപ്പൊ നമ്മള് കോ ലീഡറായിട്ട് ഞാനേ ഉള്ളൂ. ബാക്കി 2 കോ ലീഡേഴ്സും വന്നിട്ടില്ല. എൻ്റെ ഒരു സരകഡാനിയാണ്. അതിൻ്റെ മെമ്പേഴ്സാണ് സ്നൈപ്പ്, അതിൻ്റെ പുറകെ ഇരിക്കുന്നത് മണവാളൻ, പിന്നെ ഫ്ലഫി, പിന്നെ 2-3 പേര് വെളിയിലാണ്. സാവേജ് ഉണ്ട്. ബാക്കി എല്ലാവരും വെളിയിൽ, 1-2 പേര് വെളിയിലുമാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ഗ്യാങ് ആയതിൽ സന്തോഷം. ആൻഡ് ഇവിടുത്തെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. നിങ്ങളുടെ എന്താണ് ഒരു ഗ്യാങ് ആയിട്ടുള്ള രീതിയിൽ ഒരു സക്സസ്ഫുൾ ഗ്യാങ് ആയി മാറാനായിട്ട് എല്ലാവിധ രീതിയിലുള്ള വിശ്വാസം ഞങ്ങളുടെ സൈഡിൽ. ഈ ഡാനി പുത്തമിട്ടിൽ നിങ്ങൾ വന്നത് തൊട്ടുള്ളതാണ്. അത് ഇവിടെ നമുക്ക് പരിചയമുണ്ട്. ഇവിടെ വന്നിട്ട് ആൾക്കാരെ ഇതാക്കിയിട്ട് അങ്ങനെ തുടങ്ങി കേൾക്കണം, അതോ പണ്ട് തൊട്ടേ പരിചയമുള്ളവരാണ്? അല്ല, നമ്മള് കൊറേ പേര് ഇവിടെ വന്നിട്ട് ആരെ കുറച്ച് 2-3 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ലൈക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് 2-3 പേര് മാത്രമേ മെയിൻലി ഇവിടെ വന്നിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളൂ. പറയുകയാണെങ്കിൽ നമുക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഒരു ഗ്യാങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ നിങ്ങൾ കുറെ തമ്മിൽ അറിയായിരുന്നു. ബാക്കി കുറച്ചുപേരെ ഇവിടെ നിന്ന് എടുത്തു. പരിചയപ്പെട്ടവരാണ് ഇതൊക്കെ. നമ്മളെല്ലാം പലയിടത്തും കണ്ടുപിട്ട് പരിചയപ്പെട്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടെ നമുക്ക് ഗ്യാങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇതുവരെ.
ഫസ്റ്റ് ടൈമാണ് ഗ്യാങ് ആണ് എല്ലാവരും. ലീഡറെ താമരാക്ഷം പിള്ള ആരാന്ന് പറഞ്ഞു കൊടുക്കും ലീഡറെ. അത് ശരിയാണ്. നിങ്ങളെ ഫുൾ ആ ഒരു പേരിന്റെ റീസൺ എന്താണ് ഈ താമരാക്ഷം പിള്ള എന്നുള്ളത്? ആരാണ്? അത് ഞങ്ങളുടെ അപ്പാപ്പനാണ്. ഞങ്ങളെ എടുത്തു വളർത്തിയ ഒരു അപ്പാപ്പനാണ്. അപ്പം അപ്പാപ്പന്റെ പേരിലാണ് ഞങ്ങളിത് തുടങ്ങിയിരിക്കുന്നത്. അപ്പാപ്പൻ മരിച്ചുപോയി. അപ്പൊ അപ്പാപ്പന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഇത് തുടങ്ങിയതാണ്. അപ്പാപ്പനൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. താമരാക്ഷൻ പിള്ള നമ്മുടെ ഒരു തക്കുടു അതുപോലെ ബ്രോ. അതാരാ ചോദിച്ചാ? ഡാനി പുത്തൻ വീട്ടില്ല, അതല്ലേ ചോദിക്കൂ. ഞാനൊരിക്കൽ എന്റെ പേര് സരക്ക് ഡാനി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അന്ന് ഇതേപോലത്തെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നതാണ്. ഓർമ്മയുണ്ട്. ഡാനി പുത്തൻ വീട്ടിൽ ഇച്ചിരി ഓവർ സ്മാർട്ട് ആകാൻ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. അതല്ലേ അപ്പം എന്തായാലും എല്ലാ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. നമ്മളെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. നമ്മളാരെങ്കിലും എന്റെ നമ്പർ വേണമെങ്കിൽ സേവ് ചെയ്തോ ബ്രോ. എന്റെ നമ്പർ തന്നേക്കാം. നമ്പർ കിട്ടിയില്ലേ? അപ്പൊ എന്തായാലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്യാനായിട്ട് നമ്മളെ സൈഡിൽ ഇട്ടാലും മതി, ഗെയിം ചാറ്റിൽ ഇട്ടാലും മതി. ഞങ്ങളെല്ലാം വിളിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതുവരെ എത്ര ഗ്യാങ്ങിനെ മീറ്റ് ചെയ്തു? നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കണ്ടുവരും. എല്ലാവർക്കും ദോശയൊക്കെ കൊടുത്താ ബ്രോ? പിന്നെ TBS-ന് ഒരു വീട് തർക്കമായിട്ട് മീറ്റ് ചെയ്തായിരുന്നു. വീട് തർക്കമായിട്ട് മീറ്റ് ചെയ്തു. നമുക്ക് രണ്ടുപേർക്കും ഒരേ വീട് ഒരു ദിവസം കിട്ടിയായിരുന്നു. രണ്ടുപേരും ഒരു വീട്ടിൽ താമസിച്ചൊരു ഞങ്ങളപ്പോ വേറെ ഗാങ്സിനെ മീറ്റ് ആയിരിക്കുന്നുണ്ട്. KKB ആയിട്ട് ഞങ്ങള് ഒന്ന് ഷെഡ്യൂൾ ചെയ്തായിരുന്നു, പക്ഷെ പിന്നെ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ഗ്യാങ്ങായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. ബ്രോ ഇവിടെ എത്ര ആളാണ് ഇവിടെ വന്നിട്ട്? ഞങ്ങള് ഇവിടെ ഗ്യാങ് ആയിട്ട് ഇപ്പം കുറച്ചായിട്ടുള്ളൂ, ഒരു 2 മാസം മാക്സിമം അറേഞ്ച് ആകത്തുള്ളൂ. ബാക്കി ഗ്യാങ്സ് ആയിട്ടൊക്കെ എങ്ങനെയാണ്? ബാക്കിയുള്ള ഗ്യാങ്സ് ആയിട്ട് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം പരിചയപ്പെട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ കമ്പനി നമ്മൾ വിശ്വാസം എന്ന് പറയാൻ ഇവിടെ പിന്നെ ഉള്ളത് ബെല്ലാരി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം ഞങ്ങൾ പണ്ട് തൊട്ടേ അങ്ങനെയായുണ്ട്. ബെല്ലാരി ഞങ്ങൾക്ക് പുറത്ത് കുറേ ആളായിട്ട് പല പല സിറ്റികളായിട്ട് അറിയുന്നുണ്ട്. ബെല്ലാരി ഞങ്ങൾ മാത്രമേ ഇത്ര വിശ്വാസം എന്ന് പറയാനുള്ളൂ. ബാക്കി ഗ്യാങ്ങുകളായിട്ട് കുറച്ച് ഗ്യാങ്ങുകളായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മെജോറിറ്റി ഗ്യാങ്സിൽ നമ്മളായിട്ട് പണ്ടേ പ്രശ്നമുള്ള കുറേ ഗ്യാങ്ങുകളുണ്ട്. അവർ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ടും വേറെ പല ഗ്യാങ്ങുകളിലായിട്ടും അല്ലെങ്കിൽ ഇവിടെ തന്നെ സെയിം ഗ്യാങ് പേരിട്ട് വന്നിട്ടും നമ്മളായിട്ട് പഴയ പോലെ തന്നെ, അതൊന്നും ഒരു മാറ്റമില്ല. സോ ഇവിടെ അങ്ങനെ അധികം കൂട്ടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു നല്ല ബന്ധം വെച്ചിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും നമുക്കെതിരാവാം. പിന്നെ KV ഉണ്ട്. KV ആയിട്ട് നമ്മൾ പണ്ട് ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഇപ്പം അവരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് പോകാൻ നമ്മൾ തമ്മിൽ നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് നമ്മളിടയ്ക്ക് ഒരു ഇതില് സംസാരിച്ചു മീറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. എന്നിട്ട് തിരിച്ചു വന്നാലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തൊക്കെ അത് കണക്കുണ്ടാവൂ. ഒരു ടൈം നമുക്ക് കാണാൻ വണ്ടി പണിയാനൊക്കെ കേറ്റുമല്ലോ ദൈവത്തിന്റെ അപ്പൊ കണ്ടാലും എല്ലാരും കണ്ട ഒരു സന്തോഷം. ഡാനി പുത്തൻ വീട്ടിലൊക്കെ ബൈ ബൈ ബ്രോ. ലോകം അല്ലാതെ വേറൊരു പരിപാടി ഉണ്ട് നമുക്ക്. ശരി 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 ബ്രോ. നമ്മളെ കൂടെ കൂടിയാ ഒരാൾ നമ്മളെ ദോശ നമ്മളെ കൊടുക്കുന്നവര് നമുക്ക് വേണ്ട. RVS ബാവാ മോനാ വണ്ടി എടുക്കാം. നിങ്ങൾ കിട്ടോ ബ്രോ? നിങ്ങൾ കിട്ടോ? ശരി ശരി. അല്ല ഞാൻ കാര്യം ഇവർക്ക് വണ്ടി വെടിവെക്കാൻ മാത്രമേ അറിയാനുള്ള.